ഇപ്പം നമ്മൾ ദേവസ്വൻ്റെ അനിയൻ്റെ തയ്പ്പ് കടയാണ്. നമുക്ക് അവിടെ കയറിയിട്ട് ദേവസ്വൻ്റെ അനിയനൊക്കെ ഒന്ന് കാണാം. ഇതാണ് ദേവസ്വൻ്റെ അനിയൻ, പേര് പ്രിൻസൻ. പിന്നെ ബാക്കിലിരിക്കുന്നത് ഇവരുടെ ഒരു സുഹൃത്ത് തന്നെയാണ്, ഒരു ഉണ്ണിയേട്ടൻ എന്ന് പറയുന്നത്. എത്ര വർഷമായി ഉണ്ടല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം. തയ്പ്പ് ഓണത്തിൻ്റെ തയ്പ്പ് വല്ലതും ആയി തുടങ്ങിയോ? ഓണം സീസൺ ആവണുള്ളൂ ശരിക്കും. ഓണം എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും ഞങ്ങളെ ടൈലർ ഷോപ്പുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും. റെഡിമെയ്ഡിൽ മാറിയില്ലേ. ഞങ്ങൾ ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത് തന്നെ സ്കൂൾ യൂണിഫോമുകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ്. യൂണിഫോമുകളാണ് മെയിനായിട്ട്. ഈ കൊടകര പഞ്ചായത്തിലുള്ള സ്കൂളുകളാണ്. കൊടകര അല്ല, ശരിക്കും നമ്മളുടെ ചുറ്റുവട്ടത്ത് മറ്റത്തൂര്, വെള്ളിക്കുളങ്ങര, കൊടകര, അതുപോലെ ചാലക്കുടി, ആളൂര്, പിന്നെ നമ്മുടെ ഇവിടെ ഒരു സ്കൂളുണ്ട്. എല്ലാ യൂണിഫോമും അങ്ങനെ എല്ലാ സ്കൂളുകളും പല ഈ പാരൻസൊക്കെ പല സ്കൂളുകളിലേക്കെല്ലാം ഉടനെ പോയിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലായിട്ട് വരുന്നതാണ്. നമ്മൾ സ്കൂളുകളുടെ വർക്കുകൾ നേരിട്ട് എടുക്കണല്ലേ. ഇവിടെ 30 വർഷം എത്രയായി? ഇവിടെ ഇപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞു. അതിന് മുമ്പ് കനമലയായിരുന്നു. അപ്പം നമ്മൾക്ക് ഒരു കാര്യം, നമ്മൾക്ക് ഇവിടെ വരേണ്ട വഴിയില്ലേ, ആ വഴി എന്ന് പറയാം. വഴി ശരിക്കും കൊടകരന്നാണെങ്കിൽ കൊടകരന്ന് കനമല വഴി. കനമല എത്രയേക്കാളും മുമ്പ് ഒരു 1/2 കിലോമീറ്റർ മുമ്പായിട്ട് വട്ടേക്കാട് സെൻറ്ററിലാണ് ഗിഫ്റ്റ് ഡെലിവറി. ഇവിടെ വരുമ്പോൾ ഈ വഴി വരുമ്പോൾ ബോർഡ് കാണാം. വട്ടേക്കാട് ജംഗ്ഷൻ തന്നെയല്ലേ? വട്ടേക്കാട് ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ്, ചെറിയൊരു മൈതാനത്തിനോട് ചേർന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആരെങ്കിലും വിളിച്ചോട്ടെ, കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തയ്ക്കാൻ ആവശ്യമുള്ളവരുണ്ടാവും. ഇപ്പോൾ ഓണക്കല്ലേ വരണേ, അപ്പോൾ ഒന്ന് കോൺടാക്ട് നമ്പർ ഒന്ന് പറയാം. 9048 78 25 31. അതാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും കിട്ടും. ഇപ്പോൾ ഇതാണ് ആൾ പറഞ്ഞ നമ്പർ കണ്ടോ? ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ആൾ നന്നായിട്ട് തയ്ച്ചു തരും. പാൻറ്റോ ഷർട്ടോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും. ലേഡീസ് ഉണ്ടോ അവിടെ? ലേഡീസിന് തൊട്ടപ്പുറത്ത് അത് നമ്മുടെ തന്നെയാണ്. ലേഡീസിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലുണ്ട് കേട്ടോ, തൊട്ട് തന്നെയാണ് ഈ ടിക്കറ്റപ്പുറത്ത് തന്നെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറി കാണാം. ഇനിയിപ്പോൾ നമ്മുടെ ആളുടെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞ ഉണ്ണിച്ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടാണ്. എന്നാലും ഉണ്ണിച്ചേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കും. ഉണ്ണിച്ചേട്ടാ സുഖമല്ലേ? പിന്നെ ഉണ്ണിച്ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ആ, ഇത് ഈ 20 കൊല്ലം അല്ലേ? 25 ഓടിയിട്ട് സുഖമായിട്ട് പോകണം. പിന്നെ വിശേഷം വേറെ വല്ലതും പറയണ്ടോ? വയ്യാത്താളാണ്. അതല്ലേ? അയ്യോ, എനിക്കറിയില്ലായിരുന്നു. എന്താ പറ്റിയ ഉണ്ണിയേട്ടൻ? നമ്മുടെ ഉണ്ണിയേട്ടന് ജന്മനുള്ള എന്താ ഒരു ചെറിയൊരു ആണോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ണിയേട്ടൻ പറയുമ്പോഴാണ് അറിയണത്. നമ്മളുടെ ഈ ഉണ്ണിയേട്ടൻ്റെ ഈ പ്രശ്നങ്ങളായിട്ടാണ് ആളുടെ കുടുംബം പറ്റാൻ വേണ്ടിയിട്ട് ഈ തയ്യൽ അതിനൊരു സൗകര്യം ഒരുക്കി കൊടുത്ത് ഇത്ര വർഷമായിട്ടും ഒരു പിടിച്ചു നിർത്തിയുന്ന ആളോട് അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായതുകൊണ്ടും പഠിപ്പിച്ച ആളാണ്. ഉണ്ണിയേട്ടനെ പഠിപ്പിച്ചത് ഈ ഇരിക്കുന്ന ആൾ തന്നെയാണ്. ഇപ്പോൾ ദേവസ്വം പറഞ്ഞെങ്ങനെയാണ് സൈക്കിളിൽ കയറ്റി കൊണ്ടുപോയി പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ്. അത് നല്ലൊരു സംഭവം തന്നെയുണ്ട്. കാരണം അന്നത്തെ മനുഷ്യൻ ഇന്നത്തെ പിള്ളേരെ ചെയ്യില്ല. ഇത് അവർക്ക് അങ്ങനത്തെ ഒരു മനസ്സില്ല അന്നത്തെ കാലം. 5 മിനിറ്റ് നടക്കണേ 1/2 മണിക്കൂറാണ്. അതന്നെ ഈ അതെ ഇപ്പൊ തയ്പ്പ് പഠിക്കാൻ തന്നെ ആർക്കും താല്പര്യമില്ല. നല്ല ഫീലാണ്. കേട്ടാ നന്നായി വരും കേട്ടോ. എനിക്കത് പറയാനേ ഇപ്പൊ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്ഥാപനത്തിൽ വരാനും പറ്റിയില്ലേ അവര് അല്ലേ? അതൊരു സംഭവം. ആളെ കൊണ്ടുനടക്കണുണ്ട്, ആളെപ്പോഴും വന്നിട്ട് തിരക്കുള്ള സമയത്ത് തയ്ച്ചു പോകുന്നുണ്ട്. വൈകിട്ട് പുറത്തും മുന്നോട്ട് തന്നെ അടയ്ക്കും. മുന്നോട്ട് തന്നെ 10-11 മണി വരെ ഇരിക്കൂടെ. അതല്ലേ? വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നമുക്ക് അപ്പുറത്തെ കൂടി കാണാം.
അവരുടെ സ്ഥാപനം തന്നെയാണ് കേട്ടോ. വാ. പിന്നെ സുഖം. ഇവിടെ ലേഡീസിൻ്റെ തയ്ക്കുന്നു പറഞ്ഞില്ല, അത് ഈ സഹോദരിയാണ് തയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇവരുടെ കൂടെ കൂടിയിട്ട് എത്ര കാലമായി? ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ആ, ഒരു വർഷം. ലേഡീസിൻ്റെ ഇത് തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വർക്കൊക്കെ? ഓണത്തിൻ്റെ വർക്കൊക്കെ അതിൻ്റെ റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡേവിസേൻ്റെ ഇവിടെ വന്നപ്പോഴേ ഡേവിസേടൻ പറയുന്നത് ഞാൻ എൻ്റെ കടയുണ്ട് അത് വരാൻ പറഞ്ഞു, അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ കുറച്ച്? എത്തിയിട്ടില്ലേ? എന്നത് പേര്? സജീത. ഇവിടെ അടുത്ത് തന്നെയാണല്ലേ? ആ. അപ്പോൾ ശരി കേട്ടോ.